കരുവാറ്റ ലീഡിംഗ് ചാനലിന് കുറുകെ ഒരു നാടിന്റെ വികസന സ്വപ്നങ്ങൾ നെഞ്ചിലേറ്റി നാലുചിറ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. പാലത്തിന്റെ അവസാനവട്ട പ്രവൃത്തികൾ 2 മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് എച്ച് എം എൽ എ പറഞ്ഞു. കരുവാറ്റ ലീഡിംഗ് ചാനലിന് കുറുകെ ഒരു നാടിന്റെ വികസന സ്വപ്നങ്ങൾ നെഞ്ചിലേറ്റി നാലുചിറ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. പുറക്കാട് കരുവാറ്റ കരിനില കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് നാന്ദിയാകുന്ന പാലത്തിന്റെ അവസാനഘട്ട നിർമ്മാണ പ്രവൃത്തികൾ 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാകുമെന്ന് എച്ച് എം എൽ എ പറഞ്ഞു. പാലത്തിന്റെ ഇരുകരകളിലുമായി നദിയുടെ കടവ് വരെയുള്ള അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് ജോലികൾ പൂർത്തിയായി. BMBC നിലവാരത്തിലാണ് അപ്രോച്ച് റോഡ് പൂർത്തിയാക്കിയത്. ആദ്യ പിണറായി വിജയൻ സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാലം നിർമ്മാണത്തിന് 38 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയത്. നിർമ്മാണ പൂർത്തീകരണത്തിന് രണ്ടാം പിണറായി സർക്കാർ 2024 മാർച്ചിൽ 54.96 കോടി രൂപയുടെ പുതുക്കിയ സാമ്പത്തികാനുമതി കിഫ്ബിയിൽ നിന്ന് ലഭ്യമാക്കിയാണ് പാലം ഗതാഗതത്തിന് സജ്ജമാക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് ബ്രിഡ്ജസ് ഡിസൈൻ യൂണിറ്റ് രൂപരേഖ തയ്യാറാക്കിയ പാലത്തിന് സംസ്ഥാനത്തെ ആദ്യ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റോയിഡ് എന്ന നൂതന സാങ്കേതിക വിദ്യയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. 458 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലും പൂർത്തിയാകുന്ന പാലത്തിന് നദിയിൽ തൂണുകൾ നൽകാതെ 70 മീറ്റർ നീളമുള്ള സെന്റർ സ്പാനാണുള്ളത്. 42 മീറ്റർ നീളമുള്ള 2ഉം 24.5 മീറ്റർ നീളമുള്ള 2ഉം 12 മീറ്റർ നീളമുള്ള 17ഉം 19.8 മീറ്ററുള്ള 2 സ്പാനുകളുമാണ് പാലത്തിന് നിലവിലുള്ളത്. പ്രീഡ്രസ്ഡ് ബോക്സ് ഗർഡർ കേബിളുകളും സ്റ്റോയിഡ് ചേർന്നുള്ള നിർമ്മാണവുമാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ദേശീയപാത 66 സമാന്തരമായി തോട്ടപ്പള്ളി കൊട്ടാരവളവിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് നാലുചിറ പാലം കടന്നാൽ നിർമ്മാണം പുരോഗമിക്കുന്ന കൊട്ടാരവളവ് ബൈപ്പാസിലെത്താം. ഇതുവഴി കരുമാടി ജംഗ്ഷനിലും അവിടെ നിന്ന് കിഴക്കോട്ട് തിരുവല്ലയിലേക്കോ പടിഞ്ഞാറോട്ട് ദേശീയപാതയിലേക്കോ വേഗത്തിൽ എത്തിച്ചേർന്ന് വാഹനയാത്രക്കാർക്ക് കുറഞ്ഞ സമയത്തിൽ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരാം. തോട്ടപ്പള്ളിയിലെയും കരുവാറ്റയിലെയും ഏക്കർ കണക്കിന് കരിനില പാടശേഖരങ്ങളിൽ കൃഷി സുഗമമാക്കുന്നതിനും കാർഷികോൽപ്പന്നങ്ങൾ റോഡ് മാർഗം എത്തിക്കുന്നതിനും പാലം സഹായകരമാകും. പാടശേഖരങ്ങളും തെങ്ങിൻ തോപ്പുകളും നിറഞ്ഞ ഗ്രാമീണാന്തരീക്ഷത്തിലുള്ള യാത്ര ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികൾക്ക് മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ.